ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ മഹാനായ നടനാണല്ലോ ലാലേട്ടൻ. ഋഷഭയുടെ റിലീസിന് ശേഷം ലാലേട്ടനെ കുറിച്ച് ഒരു നെഗറ്റീവ് വാർത്ത കണ്ടുപിടിക്കാനായിട്ട് പ്രയാസപ്പെടുന്ന ലാലേട്ടൻ വിമർശകരെയാണല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടന്റെ താടി വടിപ്പിക്കാനായിട്ടും താടി വടിച്ചതിന് ശേഷമുള്ള ആ ലുക്ക് കാണാനായിട്ട് കാത്തിരുന്ന വിമർശകർ പോലും ഞെട്ടിത്തെറിക്കുന്ന ലെവലിലാണ് ലാലേട്ടന്റെ ലുക്ക് പോയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. താടി വടിച്ചിട്ട് പോലും ലാലേട്ടന്റെ ആ ഒരു കവിളിലെ ചുളിവുകൾ എണ്ണുന്ന വിമർശകരെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. എന്തായാലും ലാലേട്ടനെ കുറിച്ചുള്ള ലാലേട്ടൻ വിമർശകരുടെ അടുത്തൊരു കഥ കൂടി ചീറ്റിപ്പൊരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണല്ലോ നിവിൻ പോളി നായകനായി എത്തിയ പ്രതിച്ഛായ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ പങ്കെടുക്കാനായിട്ട് ലാലേട്ടൻ എത്തിയത്. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമയായതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒട്ടനേകം സംവിധായകരും നിർമ്മാതാക്കളും അതോടൊപ്പം തന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എല്ലാം തന്നെ എത്തിയിരുന്നു. അതിൽ എസ്.എൻ. സ്വാമി എന്ന ലാലേട്ടന് സാഗർ ഇലിയാസ് ജാക്കി എന്ന കഥാപാത്രം സമ്മാനിച്ച ആ തിരക്കഥാകൃത്തിനോട് ലാലേട്ടൻ മോശമായി പെരുമാറി എന്ന രീതിയിലായിരുന്നല്ലോ കഴിഞ്ഞ 24-48 മണിക്കൂറായിട്ട് സോഷ്യൽ മീഡിയയിലെ സംസാരം. എസ്.എൻ. സ്വാമി ഒരു പഴയകാല തിരക്കഥാകൃത്തായതുകൊണ്ട് ലാലേട്ടൻ വേണ്ട രീതിയിൽ ബഹുമാനം കാട്ടിയില്ല. ലാലേട്ടൻ എസ്.എൻ. സ്വാമിയെ തള്ളി മാറ്റിക്കൊണ്ട് ലാലേട്ടൻ വലിയ ധാർഷ്ട്യത്തോടെ ഭാവത്തോടെ നടന്നു നീങ്ങി എന്നൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കഥ. എന്തായാലും ഇക്കാര്യങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് എസ്.എൻ. സ്വാമി എന്ന തിരക്കഥാകൃത്ത്. അദ്ദേഹം പറയുന്നത് പ്രകാരം സ്റ്റെപ്പ് ഇറങ്ങാൻ ലാൽ എന്നെ സഹായിക്കുകയാണ് ചെയ്തത്. കൈവച്ച് തള്ളുന്നതാക്കിയത് മാധ്യമങ്ങളുടെ ഭാവനയാണ് എന്നാണ് ഇതിനോടകം തന്നെ എസ്.എൻ. സ്വാമി പ്രതികരിച്ചിരിക്കുന്നത്. ഞാനും മോഹൻലാലും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും മോഹൻലാലും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യം പോലുമില്ല. ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തിലാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. ഞങ്ങൾ പോകാൻ നേരം ഇറങ്ങി വന്നപ്പോൾ അവിടെ വലിയ തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അടുത്തടുത്ത് വന്നപ്പോൾ ശരീരത്ത് കൈവച്ചത് തള്ളുന്നത് പോലെയാക്കിയാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് എസ്.എൻ. സ്വാമി കൂട്ടിച്ചേർക്കുന്നു. സ്വാമി ഞാനൊന്ന് പൊക്കോട്ടെ എന്നാണ് ലാൽ പറഞ്ഞത്. അപ്പോഴേക്കും ഇങ്ങോട്ട് കയറി വന്നു എന്ന ബാക്കി ഭാഗം ക്യാമറയും കൊണ്ട് നിൽക്കുന്ന മറ്റുള്ളവരോടാണ് ലാൽ പറഞ്ഞത് എന്നും പ്രോഗ്രാമിന് കണ്ടപ്പോൾ ലാലുമായി കുറെ നേരം സംസാരിച്ചിരുന്നു. അതിനുശേഷം ലാൽ പോയി കഴിഞ്ഞപ്പോൾ ആന്റണിയുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു എന്നൊക്കെ എസ്.എൻ. സ്വാമി കൂട്ടിച്ചേർക്കുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത് ഇവരൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല എന്ന് കൂടി എസ്.എൻ. സ്വാമി മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നു. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ലാലേട്ടനെ കുറിച്ച് തെറ്റായ ഒരു കഥ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പരത്താനായിട്ട് ലാലേട്ടൻ വിമർശകർ ശ്രമിക്കുന്നു. പക്ഷേ ഇത്തവണയും അത് വിജയിക്കുന്നില്ല. എസ്.എൻ. സ്വാമിയെ പോലൊരു വലിയൊരു തിരക്കഥാകൃത്തും സംവിധായകനും ഇപ്പോഴത്തെ അതിന് കൃത്യമായ മറുപടിയുമായിട്ട് രംഗത്തെത്തിരിക്കുകയാണ്. ലാലേട്ടൻ ഒരുപാട് ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബൗൺസേഴ്സ് കൂടി ഉണ്ടെങ്കിൽ എത്രയും വേഗം ആ സ്ഥലത്ത് നിന്ന് പോകുന്ന ഒരു കാഴ്ച പ്രോഗ്രാം കഴിഞ്ഞാൽ നാം കാണാറുള്ളതാണ്. അങ്ങനെ ഒരു വേഗത്തിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എസ്.എൻ. സ്വാമിയെ കടന്നുപോയത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ആ വീഡിയോ കമന്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും എസ്.എൻ. സ്വാമി എല്ലാത്തിനും ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്.